സ്ഥിരം ഈ റോഡ് പണി നടക്കുന്നിടത്തുള്ള പരിപാടിയാണ്. ആദ്യം ടാർ ഇടുക, പിന്നെ പൊട്ടിയൊലിക്കുക, വീണ്ടും മാന്തി പറിക്കുക, ആ പണിയും ചെയ്യുക, വീണ്ടും ടാർ ഇടുക. ഇത് ഇപ്പോഴും ഒരു മാറ്റമുണ്ട്. ഫണ്ടുകൾ ചെലവഴിക്കാൻ വേണ്ടിയിട്ടും ഫണ്ടുകൾ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടും പല പദ്ധതികളും പല പരിപാടികളും നടത്തുന്നുണ്ടെങ്കിൽ ഇപ്പോഴും മഴ പെയ്താൽ അവിടെയെല്ലാം വെള്ളക്കെട്ട് തന്നെയാണ്, വള്ളത്തിൽ തന്നെ പോകേണ്ടി വരുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. അവിടെ കറുത്ത നിറം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പണ്ട് കാളിന്തിയൊക്കെ വർണ്ണിക്കുമല്ലോ, കരിഞ്ഞ മറ്റേ കാളിയന്റെ വിഷം നിറഞ്ഞ കാളിന്തി, കറുത്ത കാളിന്തി എന്ന് പറയുന്ന പോലെ കറുത്ത വെള്ളം നമുക്ക് കണ്ട പോലെ അത് എങ്ങാനും കാല് തെറ്റി അതിൽ വീണാൽ അവിടെ ഉപേക്ഷിച്ചേക്കെന്ന് പറയാൻ തോന്നുന്ന രീതിയിൽ കറുത്ത വെള്ളമാണ് അവിടെ ഒഴുകുന്നത്. പിന്നെ ആ ടെർമിനലിൽ കുറച്ച് പാർക്കിംഗ് സൗകര്യമുണ്ട് എന്നത് ഒഴിച്ചാൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ആൾക്കാർക്ക് എത്ര നല്ല രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താമെന്ന് അറിയാമോ? പക്ഷെ അങ്ങനെ ഒന്നും അവിടെ ചെയ്തിട്ടില്ല. അതൊരു ഒരു ഭാർഗവി നിലയം പോലെ, അനാഥപ്രേതം പോലെ കിടക്കുന്നു. എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട് എന്നല്ലാതെ ശരിക്കും എന്തുമാത്രം ഫണ്ട് ഉപയോഗിച്ച് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. അത് ആരുടെ തെറ്റാണ്? സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബർ 9, 11 2 ദിവസങ്ങളിലായി നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളും, അതായത് LDFും UDFും വളരെ വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നു. NDAയും മത്സരരംഗത്ത് സജീവമാണ്. തിരുവനന്തപുരം നഗരസഭ ആര് ഭരിക്കുമെന്നൊരു ചോദ്യമാണ് രാഷ്ട്രീയ കേരളം ഉന്നയിക്കുന്നത്. കാരണം കോൺഗ്രസ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. BJPയും CPMും എല്ലാവരും പ്രചരണത്തിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ ആണ് പതിറ്റാണ്ടുകളായി CPM ഭരിക്കുന്ന നഗരസഭയ്ക്കെതിരെ കോൺഗ്രസിന്റെ ഒരു കുറ്റപത്രം പുറത്തിറക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറ്റപത്രമാണ്. ആ കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതായത് അരനൂറ്റാണ്ടിന്റെ ഇടതു വഞ്ചനയുടെ നേർക്കാഴ്ച എന്ന ഒരു ഹെഡിങ്ങോട് കൂടിയാണ് UDF ഈ കുറ്റപത്രം പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യവും തന്നെ യഥാർത്ഥത്തിൽ LDFന് നിഷേധിക്കാനാവില്ല എന്ന് തന്നെ പറയാം. ഞാനൊരു തലസ്ഥാനവാസിയാണ് എന്നതുകൊണ്ട് തന്നെ എനിക്കത് കുറച്ചുകൂടെ ഉറപ്പിച്ച് പറയാൻ കഴിയും. ആദ്യമായി തന്നെ സ്മാർട്ട് സിറ്റിയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ 1 വർഷം കൊണ്ട് പൂർത്തിയാക്കും എന്ന് പറഞ്ഞു തുടങ്ങിയ ഈ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട പല റോഡ് പണികൾ അതെല്ലാം ഇപ്പോഴും ആ ഒരു ഇതിൽ തന്നെ കിടക്കുകയാണ്, പൂർത്തിയാക്കിയിട്ടില്ല. അപ്പൊ അതിൽ കൃത്യമായ ഓഡിറ്റിംഗ് നടന്നിട്ടുണ്ട്. ഇതെല്ലാം LDF ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും. കാരണം അരനൂറ്റാണ്ട് 50 വർഷമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ LDFന്റെ കയ്യിലാണ്. ആ രീതിക്കുള്ള ഒരു ഡെവലപ്മെന്റ് ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ട് അതിനെ വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് റീൽസ് ഇട്ടുകൊണ്ട് PR വർക്ക് പോലെ വലിയ രീതിയിൽ അതിന് പ്രചാരം കൊടുക്കും. പക്ഷെ അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആ നഗരത്തിലെ വളരെ ദുസ്സഹമായ പല കാര്യങ്ങളുണ്ട്. ഇതൊന്നും ജനശ്രദ്ധയിലേക്ക് എത്തില്ല. ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് അതെ. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. അവിടെ പല റോഡുകളും സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി പണി നടക്കുന്നുണ്ട്. അവിടെയെല്ലാം ജനങ്ങളുടെ ജീവിതം എത്രത്തോളം ദുസ്സഹമാണെന്ന് യാത്ര പോലും സത്യമല്ല. അതിലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആ റോഡിന്റെ ഗതാഗതം പാടെ നിലച്ച അവസ്ഥയിലാണ്. അപ്പൊ ആ ഏരിയയിലുള്ള ആൾക്കാർ ഏത് വഴി പോകും? അതിനൊരു പകര സംവിധാനം ഒരുക്കണ്ടേ? അപ്പോ അതിന്റെ ഇപ്പോ നമ്മുടെ ആനേറ ഒരു വാതിൽക്കോട്ട് ആ ഒരു റോഡുണ്ട്, പേട്ട മുതൽ അവിടെ വരെ ആ ഒരു റോഡ് പണി. ആ നാട്ടിലെ ആൾക്കാരെല്ലാം പൊറുതിമുട്ടിയാണ് ജീവിക്കുന്നത്. ആ റോഡ് വഴി ഗതാഗതം നിരോധിച്ചു വലിയ വാഹനങ്ങൾക്ക്. പക്ഷെ അതിന്റെ സൈഡിൽ ഒരു ലോഡ്സ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റൽ റോഡ് ബൈപ്പാസിലേക്ക് കയറാനുണ്ട്. ആ വഴിയിലും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേര് പറഞ്ഞ് ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. 2 വീലറിൽ ആ വഴി എനിക്ക് തോന്നുന്നു ഒരു 4-5 കിലോമീറ്ററോളം അതുവഴി സഞ്ചരിക്കാനുണ്ട്. ആ ദിവസേന ഒരു മിനിമം 2 പ്രാവശ്യമെങ്കിലും ആ ഏരിയയിൽ താമസിക്കുന്നവർക്ക് 2 വീലറിലെങ്കിലും പോയി. ഞാൻ സഞ്ചരിച്ചിട്ടുള്ളതാ. ശരിക്കും പറഞ്ഞാൽ ആയുസിന്റെ വലിപ്പം കൊണ്ട് ജീവിച്ചിരിക്കുന്നേ ഉള്ളൂ. കുണ്ടും കുഴിയും എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അതുവഴി 2 വീലറിൽ പോലും പോകാൻ പറ്റില്ല. അപ്പൊ ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. പിന്നെ തൈക്കാട് തമ്പാനൂർ പോകുന്ന ആ ഒരു റോഡ്, അത് കുറച്ചു നാൾ മുന്നേ കുറെ നാളായിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും അതെല്ലാം ഫുൾ കുണ്ടും കുഴിയായിട്ട് കിടക്കുമായിരുന്നു. ഒരുപാട് നാളെടുത്താണ് അതിന്റെ പണി പൂർത്തിയാക്കി ഒരാഴ്ചക്ക് മുന്നേ ഞാൻ അതുവഴി പോകുമ്പോൾ തൈക്കാട് ഹോസ്പിറ്റലിന് മുന്നായിട്ടുള്ള ഭാഗത്ത് ഈ ഫുൾ ടാർ ചെയ്ത റോഡിൽ നിന്ന് വെള്ളം കിനിയാണ്. നല്ല രീതിയിൽ 2 സ്ഥലത്ത് നിന്ന് നല്ല രീതിയിൽ വെള്ളം കിനിഞ്ഞു പോകുന്നു. അപ്പൊ ഇത് എന്ത് സ്മാർട്ട് സിറ്റിയാണ് ഇവർ പണിഞ്ഞത്? അത് സ്ഥിരം ഈ റോഡ് പണി നടക്കുന്നിടത്തുള്ള പരിപാടിയാണ്. ആദ്യം ടാർ ഇടുക, പിന്നെ പൊട്ടിയൊലിക്കുക, വീണ്ടും മാന്തി പറിക്കുക, ആ പണിയും ചെയ്യുക, വീണ്ടും ടാർ ഇടുക. ഇത് ഇപ്പോഴും ഒരു മാറ്റമുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടി? ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന്? ഫണ്ട് തട്ടിപ്പ്. ഇതുപോലെ നിരവധി മാലിന്യ സംസ്കരണം ഒരു ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഉത്തരവാദിത്വമാണ് മാലിന്യ സംസ്കരണം. പ്രത്യേകിച്ച് ഇപ്പൊ പഞ്ചായത്ത് പോലെയല്ല, കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഫുൾ റെസിഡൻഷ്യൽ ഏരിയ ആയിരിക്കും. അവിടെ ഒന്നും വീടുകളിൽ അതിനുള്ള സൗകര്യമില്ല. അപ്പോ
എന്താണ് അത് ആരുടെ ഉത്തരവാദിത്വമാണ്? നഗരസഭ. നഗരസഭയുടെ പൂർണ്ണമായ ഉത്തരവാദിത്തമാണ്. ഇത് വർഷങ്ങളായിട്ട്, കാരണം ഇപ്പോ ഈ കഴിഞ്ഞ 5 വർഷത്തെ കാര്യമൊന്നോ 10 വർഷത്തെ കാര്യമൊന്നോ അല്ല, 50 വർഷമായിട്ട് LDF ഭരിക്കുന്നതാണ്. ഇതിനിടയിൽ ഞാൻ തന്നെ പല പദ്ധതികളുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ആദ്യം ബക്കറ്റ് കൊണ്ടുവയ്ക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു പൈപ്പ് കൊണ്ടുവയ്ക്കുന്നു, പൈപ്പ് കമ്പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇതൊന്നും വേണ്ട രീതിയിൽ പരിപാലിക്കാനോ അതിന്റെ അത് നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അത് അവരൊരു സാധനം നമ്മളെ ഏൽപ്പിക്കുന്നു, ഇതിന് നമ്മൾ പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത്. പക്ഷെ അതിന്റെ ഒന്നും പൂർത്തീകരണം ഇവർക്ക് ഇംപ്ലിമെന്റേഷൻ, ഫോട്ടോ എടുക്കുക, എന്തൊക്കെയോ ചെയ്തെന്ന് വരുത്തുക, അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഇവർക്കില്ല. ഇങ്ങനെ പല മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പല പദ്ധതികളാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടെ നടപ്പാക്കാൻ കൊണ്ടുവന്നത്. ഇപ്പോഴും അവിടെ അതൊന്നും പൂർണ്ണമായില്ല. ഈ റോഡുകളിലൂടെ പോകുമ്പോൾ പല സ്ഥലത്ത് പോകുമ്പോഴും അവിടെ എത്തിയോ എന്ന് നമുക്ക് തിരിച്ചറിയാമോ? നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ അറിയാൻ പറ്റും എവിടെ എത്തി എന്നുള്ളത്. ആ ചാലയുടെ പുറകുവശത്ത് അവിടുത്തെ മാലിന്യ സംസ്കരണം ഒരു ഇടയ്ക്ക് കുറച്ചു നാള്, ഇപ്പൊ ഈ മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞാൽ ഇവര് ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ ഒരു 3-4 മാസം മതിയോ? പോരാ. അത് ദീർഘദർശനത്തോടെ ദീർഘകാല അടിസ്ഥാനത്തിൽ വേണം നടപ്പാക്കാൻ. കാരണം 1-2 ദിവസം കഴിഞ്ഞ് അവസാനിപ്പിക്കുന്നതല്ല അത്. അതുപോലെ അടുത്തത് വെള്ളക്കെട്ടും നരകയാതനയും, അത് ഈ കാലങ്ങളായിട്ടുള്ളതാണ്. ഒരു മഴ പെയ്താൽ തമ്പാനൂർ അപ്പൊ ഇടയ്ക്ക് കുറെ പദ്ധതികൾ കൊണ്ടുവന്നായിരുന്നു അവിടെ, കുറെ ഓപ്പറേഷനുകൾ കൊണ്ടുവന്നായിരുന്നു. അപ്പൊ അതിന്റെ പേരില് ജനങ്ങൾ അനുഭവിക്കാത്ത യാതനകളില്ല. അവിടെ പണിയുടെ പേരും പറഞ്ഞ് റോഡ് മുഴുവൻ കുത്തിപ്പൊളിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതെല്ലാം പൂർത്തിയായി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ഇത്രയും സഹിച്ചെങ്കിലും ശരി, ഇനിയെങ്കിലും മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ടുണ്ടാവില്ലല്ലോ, ഒരു മാറ്റവും ഉണ്ടാവില്ല. അവിടെ ഫണ്ടുകൾ ചെലവഴിക്കാൻ വേണ്ടിയിട്ടും ഫണ്ടുകൾ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടും പല പദ്ധതികളും പല പരിപാടികളും നടത്തുന്നുണ്ടെങ്കിൽ ഇപ്പോഴും മഴ പെയ്താൽ അവിടെയെല്ലാം വെള്ളക്കെട്ട് തന്നെയാണ്, വള്ളത്തിൽ തന്നെ പോകേണ്ടി വരുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നൊന്ന്, ഒരു പാർവതി പുത്തനാറുണ്ട് അവിടെ. അതായത് എല്ലാ കാലത്തും പാർവതി പുത്തനാർ ക്ലീൻ ചെയ്യാനെന്ന് പറഞ്ഞ് പല പദ്ധതികൾ കൊണ്ടുവരും, പല ഫണ്ടുകൾ അനുവദിക്കും. പക്ഷെ ഒരിക്കൽ പോലും അത് ക്ലീനായി ഞാൻ കണ്ടിട്ടില്ല. കാരണം അതിന്റെ ആ വഴികളിലൂടെ നിരന്തരം സഞ്ചരിച്ചിരുന്ന ആളാണ്. അവിടെ കുളവാഴകൾ നിറഞ്ഞ്, അതായത് എന്റെ ചെറുതില്, ഞാൻ തീരെ ചെറുതായിരിക്കുമ്പോ എന്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർ ആ പാർവതി പുത്തനാറിൽ കുളിക്കാറുണ്ടായിരുന്നു എന്ന്. കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളം എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഞങ്ങൾ അവിടെ കരയിലിരിക്കുമ്പോ എന്റെ കുഞ്ഞമ്മയുടെ കയ്യിൽ നിന്ന് താക്കോല് താഴെ വീണു. ആ പാർവതി പുത്തനാറിന്റെ കരയിലിരിക്കുമ്പോ നമുക്ക് വെള്ളത്തിലൂടെ നോക്കിയപ്പോ അത് താക്കോൽ എവിടെ കിടക്കുന്നു എന്ന് കാണാൻ പറ്റുമായിരുന്നു, നമുക്ക് ഇറങ്ങി എടുക്കാൻ പറ്റിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ കറുത്ത നിറം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പണ്ട് കാളിന്തിയൊക്കെ വർണ്ണിക്കുമല്ലോ, കരിഞ്ഞ മറ്റേ കാളിയന്റെ വിഷം നിറഞ്ഞ കാളിന്തി, കറുത്ത കാളിന്തി എന്ന് പറയുന്ന പോലെ കറുത്ത വെള്ളം, നമുക്ക് കണ്ട പോലെ അത് എങ്ങാനും കാല് തെറ്റി അതിൽ വീണാൽ അവിടെ ഉപേക്ഷിച്ചേക്കെന്ന് പറയാൻ തോന്നുന്ന രീതിയിൽ കറുത്ത വെള്ളമാണ് അവിടെ ഒഴുകുന്നത്. അതിന്റെ പ്രധാന കാരണം അവിടെ അതിന്റെ തീരത്തുള്ള പല പ്രമുഖരുടെ സ്ഥാപനങ്ങളുണ്ട്. വലിയ പണം, അതായത് ഇവര് പറയില്ല പ്രമുഖരെന്ന് പറഞ്ഞ് ഇവരെ പല പരിപാടികളിലും പൗരപ്രമുഖർ അങ്ങനെ പലരുടെയും പല സ്ഥാപനങ്ങൾ, ആശുപത്രിയായും മോളുകളായും പല സ്ഥാപനങ്ങളുണ്ട്. ഇവിടത്തെ എല്ലാം വേസ്റ്റ് നിക്ഷേപിക്കുന്നത് ഈ പാർവതി പുത്തനാലാണ്. ഇതിന് ഒരു അവസാനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ നഗരസഭയെ കൊണ്ട് എന്താണ് പ്രയോജനം? അതായത് പാർവതി പുത്തനാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പണ്ട് കാലത്ത് ജലമാർഗം കച്ചവടങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന വള്ളത്തില് ഒരു മെയിൻ ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു. ആ ഒരു ഇതിനെ ശരിക്കും പറഞ്ഞാൽ നന്നായി സംരക്ഷിക്കേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഉത്തരവാദിത്വമാണ്. ആ ഒരു സാധനത്തിനെ സംരക്ഷിക്കാൻ ഈ 50 കൊല്ലമായിട്ട് LDF സർക്കാരിന് സാധിച്ചിട്ടില്ല എങ്കിൽ അത് അവരുടെ വമ്പൻ പരാജയം തന്നെയാണ്. അപ്പം തിരുവനന്തപുരത്ത് മേയറുടെ കൊട്ടിഘോഷിച്ച മേയറുടെയും അതിനു മുമ്പുണ്ടായിരുന്ന മേയർ ബ്രോയുടെ ഒക്കെ അഭ്യാസം മാത്രമാണ് തിരുവനന്തപുരത്ത്. കുറെ ഗിമ്മിക്കുകൾ കാണിച്ചു. ശരി, അവരൊന്നും ചെയ്തിട്ടില്ല എന്നല്ല. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു കുളം ഉദ്ഘാടനത്തിന്റെ വാർത്തകൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. ആ കുളം എന്ന് പറയുന്നിടത്ത് പോലും ഇല്ലായിരുന്നു, പായൽ പിടിച്ചു കിടക്കുന്ന ഒരു വെള്ളക്കെട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഉദ്ഘാടനത്തിന്റെ മാമാങ്കം നടക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ് എന്തൊക്കെയോ ചെയ്തു കൂട്ടിട്ടുണ്ട്. ഇപ്പം മേയർ ബ്രോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ നല്ലൊരു ഭരണാധികാരിയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ആൾക്കാരോടൊക്കെ വളരെ മാന്യമായി ഇടപെടുന്നു, നല്ല മാന്യനാണ്, എല്ലാം ശരി തന്നെ. പക്ഷേ ഒരു കോർപ്പറേഷൻ ഇത് 1-2 ടേം അല്ല വരുന്നത്, ഈ 50 വർഷത്തെ കാലം വെച്ച് നോക്കുമ്പോൾ അരനൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം മറ്റേത് കോർപ്പറേഷനെ പോലെ അല്ല, തലസ്ഥാന നഗരമാണ്. എന്ത് കാര്യത്തിനും കേരളത്തിലുള്ള എല്ലാവരും, അതായത് സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ടായാലും പരീക്ഷാ ഭവനുമായി ബന്ധപ്പെട്ടായാലും അങ്ങനെ പല എല്ലാ ആവശ്യങ്ങൾക്കും വരേണ്ട ഒരു സ്ഥലമാണ്
ഈ തിരുവനന്തപുരം എന്ന് പറഞ്ഞു. ഒന്നും വേണ്ട, തിരുവനന്തപുരത്തെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ എന്താണെന്ന് അതിദയനീയം. മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഞാനത് ഓർക്കുന്നത് ലുലുമോൾ പണി തുടങ്ങുന്നതിനും വളരെ മുൻപാണ് ആ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് ആ ഒരു കെട്ടിട സമുച്ചയത്തിന്റെ പണി തുടങ്ങുമായിരുന്നത്. നിമിഷ നേരം കൊണ്ട് ലുലുമോൾ പണി തീർത്തു. ഇന്നും അത് അന്തസ്സോടെ വളരെ ഭംഗിയായി അവർ പരിപാലിക്കുന്നു. നല്ല രീതിയിൽ വൻ ജനത്തിരക്കുമാണ്. പിന്നെ ആ ടെർമിനലിൽ കുറച്ച് പാർക്കിംഗ് സൗകര്യമുണ്ട് എന്നത് ഒഴിച്ചാൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ആൾക്കാർക്ക് എത്ര നല്ല രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താമെന്നറിയാമോ? പക്ഷെ അങ്ങനെ ഒന്നും അവിടെ ചെയ്തിട്ടില്ല. അതൊരു ഒരു ഭാർഗവി നിലയം പോലെ, അനാഥപ്രേതം പോലെ കിടക്കുന്നു. എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട് എന്നല്ലാതെ ശരിക്കും എന്തുമാത്രം ഫണ്ട് ഉപയോഗിച്ച് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. അത് ആരുടെ തെറ്റാണ്? അത് നഗരസഭയുടെ പരാജയം തന്നെയാണ്. പിന്നെ ഏറ്റവും ഒടുവിൽ ആ കുളം ഉദ്ഘാടനം തന്നെ നമുക്ക് പരിഗണിക്കാവുന്നതേ ഉള്ളൂ. അത്രേ ഉള്ളൂ ഈ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണത്തെ കുറിച്ച് പറയാൻ. അപ്പൊ തിരുവനന്തപുരം നഗരത്തിൽ ഇത്തവണ കോൺഗ്രസ് മാറ്റത്തിന് വേണ്ടി വോട്ട് ചോദിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ കോൺഗ്രസ് ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതിനൊരു മാറ്റം ഉണ്ടാകും, ചെയ്യാൻ കഴിയുന്ന സാധ്യമായ കാര്യങ്ങളാണ് ജനങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇത്തരം ഒരു കുറ്റപത്രം തയ്യാറാക്കി ജനങ്ങൾക്കിടയിൽ കോൺഗ്രസ് വിതരണം ചെയ്യുന്നത്. പക്ഷെ ഇത് ജനങ്ങളിലേക്ക് എത്രത്തോളം എത്തിക്കാൻ കഴിയുമെന്നത് ആശ്രയിച്ചിരിക്കും കോൺഗ്രസിന്റെ വിജയം. കാരണം ഈ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുമുന്നണി ചെയ്യുന്ന സ്ഥിരം നമ്പർ തന്നെയാണ് ഇത്തവണയും ഇറക്കിയിട്ടുള്ളത്. പെണ്ണ് കേസിൽ പെട്ട് എന്തെങ്കിലും കുറെ ചർച്ചകൾ ഉണ്ടാക്കുമ്പോൾ ഇവരുടെ ഭരണപരാജയങ്ങളെ ചർച്ചയാക്കാൻ കോൺഗ്രസിന് കഴിയാതാവും. ഈ കേസിനകത്ത് അതുപോലെ തന്നെ ഇത്തവണയും അവർ കൃത്യമായ പ്ലാനിങ്ങോടെ തന്നെയാണ് ഇൻസ്റ്റാൾമെന്റുകളായി ഓരോ ആരോപണങ്ങൾ ഇറക്കുകയും മാധ്യമങ്ങളെല്ലാം അത് കൊണ്ടാടുകയും ചെയ്യുമ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യാൻ ആർക്ക് സമയം കിട്ടില്ല. പക്ഷെ തിരുവനന്തപുരത്തെ ആൾക്കാർ അവരനുഭവിച്ച ജീവിതമാണ് ഈ 50 കൊല്ലമായിട്ട്. അതുകൊണ്ടൊരു മാറ്റത്തിന് അവർ അവസരം കൊടുത്താൽ തിരുവനന്തപുരത്തുകാർക്ക് കൊള്ളാം. അത്രേ ഉള്ളൂ. തീർച്ചയായും.